എങ്ങനെയുണ്ട്? അടിപൊളിയാ? എന്താ ഇത്? കൊള്ളാവോ? സൂപ്പറാ? നീ വേണോ? ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ബീഫും കായം കറിയും കുറച്ച് ബാക്കി ഇരിപ്പുണ്ട് കേട്ടോ. വൈകുന്നേരം ആയപ്പോൾ വിചാരിച്ചു അതൊന്ന് നന്നായിട്ട് വരട്ടിയെടുത്ത് അതിൻ്റെ കൂടെ നല്ല പഴംപൊരിയും കൂട്ടി കഴിക്കാമെന്ന്. പഴംപൊരി മേടിക്കാൻ വേണ്ടി കടയിൽ ചെന്ന് കഴിഞ്ഞപ്പം ബാക്കി എല്ലാ കടികളും ഒരുപാട് ഇരിപ്പുണ്ട് കേട്ടോ. പഴംപൊരി മാത്രമേ 2 ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾക്കാണെങ്കിൽ 4 പഴംപൊരി വേണമായിരുന്നു. കടയിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കുറച്ച് നേരം വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല ചൂട് പഴംപൊരി ഉണ്ടാക്കി തരാമെന്ന്. അങ്ങനെ വെയിറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് ഞങ്ങൾ ചായ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കൂടെ ഒരു ഇലയുടെയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാനും ഡാരിസും കൂടി ആട്ടോ പോയിട്ടുണ്ടായിരുന്നത്. സത്യം പറയുകയാണെങ്കിൽ ഇലയുടെ ഒരു 5 പൈസയ്ക്ക് കൊള്ളത്തില്ലായിരുന്നു കേട്ടോ. അതിന്റെ ഉള്ളിൽ അവിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത് ഒരുമാതിരി മരക്കട്ട പോലെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴിക്കാൻ ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നില്ല. ചായയൊക്കെ കുടിച്ച് കഴിയുമ്പോഴത്തേനും പഴംപൊരി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ചൂട് പഴംപൊരി. എനിക്കാണെങ്കിൽ ഇവിടുത്തെ പഴംപൊരി ഭയങ്കര ഇഷ്ടം കേട്ടോ. ഞാൻ മുമ്പേ കഴിച്ചിട്ടുണ്ട് ഇവിടുന്ന്. അങ്ങനെ പഴംപൊരിയൊക്കെ മേടിച്ച് നേരെ വീട്ടിലേക്ക് പോവാട്ടോ. എനിക്കാണെങ്കിൽ പൊറോട്ടയും ബീഫും കഴിക്കാൻ വലിയ ഇഷ്ടമൊന്നുമില്ല. അതിനേക്കാളും ഇഷ്ടം ബീഫും പഴംപൊരിയും കഴിക്കാനാട്ടോ. നല്ല ചൂട് പഴംപൊരി ആയതുകൊണ്ട് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും ബീഫും പഴംപൊരി ഒന്ന് കഴിച്ചു നോക്കണേ. നല്ല അടിപൊളിയാട്ടോ. ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാട്ടോ ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്. നമുക്കപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.